40-ലധികം ദേവാലയങ്ങൾക്ക് ഒരു വികാരി. കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നിയേക്കാം, എന്നാൽ സംഭവം സത്യമാണ്. സ്പാനിഷ് പ്രവിശ്യയായ അലിസ്റ്റയിൽ സേവനം ചെയ്യുന്ന ഫാദർ ടിയോ നീറ്റോ ആണ് 43 ദേവാലയങ്ങളിൽ തൻ്റെ വൈദിക ശുശ്രൂഷ നിർവഹിക്കുന്നത്. അടുത്തിടെ DW ന്യൂസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ നിന്നാണ് ഫാദർ നീറ്റോയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത്. സ്പാനിഷ് ഗ്രാമപ്രദേശങ്ങളിലെ ഇടവക ജനത്തിന് ആവശ്യമായ അജപാലന ശുശ്രൂഷകൾക്കായി പ്രതിവർഷം 50,000 കിലോമീറ്ററാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. സ്പെയിനിലെ ഗ്രാമീണ സമൂഹങ്ങളിലേക്ക് തൻ്റെ ശുശ്രൂഷകൾ എത്തിക്കണമെന്ന തീവ്രമായ ആഗ്രഹത്തിൽ നിന്നാണ് 29 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് താൻ എത്തിയതെന്ന് ഫാദർ നീറ്റോ പറയുന്നു. അദ്ദേഹം സേവനം ചെയ്യുന്ന ഇടവകകൾ മിക്കതും തീരെ ചെറുതാണ്. ദേവാലയ ശുശ്രൂഷികളായി പ്രായമായ ഇടവകക്കാരാണ് ഫാദർ നീറ്റോയെ സഹായിക്കുന്നത്. 43 ഇടവകകൾ സന്ദർശിച്ച് ശുശ്രൂഷകൾ ചെയ്യാൻ ഏതാണ്ട് മുഴുവൻ സമയവും തന്നെ ഫാദർ നീറ്റോയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഈ ദേവാലയങ്ങളുടെ താക്കോലുകളുമായാണ് ഫാദർ നീറ്റോയുടെ യാത്ര. ഗ്രാമങ്ങളിൽ ഇനിയും അവശേഷിക്കുന്ന യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടാനും അവർക്കാവശ്യമായ സേവനങ്ങൾ നൽകാനും ഫാദർ നീറ്റോ ശ്രദ്ധിക്കുന്നു. ചെറുപ്പക്കാർക്ക് നഗരങ്ങളിൽ താമസിക്കാനാണ് ഇഷ്ടം. ഇവിടെയുള്ളവരും ചിലപ്പോൾ നാളെ നഗരങ്ങളിലേക്ക് പോയേക്കാം. എന്നാൽ എന്നെങ്കിലും ഒരിക്കൽ അവർ തിരികെ വന്നേക്കാമെന്നും ഫാദർ നീറ്റോ പറയുന്നു. ജോലികളും സാധ്യതകളും കുറവാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ താൻ ഇപ്പോഴും അവസരങ്ങൾ കാണുന്നുവെന്നും ഫാദർ നീറ്റോ കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും ഇടവകയിൽ വിശുദ്ധ കുർബാനയ്ക്ക് എത്തിച്ചേരാൻ കഴിയാതെ വന്നാൽ സഹായത്തിന് മറ്റ് വൈദികരെ ആശ്രയിക്കും. ചിലപ്പോൾ ഇടവകക്കാർ അടുത്തുള്ള മറ്റ് ദേവാലയങ്ങളിലേക്കും വരാറുണ്ട്. പുതുതലമുറ ഗ്രാമങ്ങൾ ഉപേക്ഷിക്കുമ്പോഴും പഴയ തലമുറയെ ചേർത്ത് പിടിച്ച് സാമീപ്യത്തിലൂടെയും സേവനങ്ങളിലൂടെയും അവരെ വിശ്വാസ തീക്ഷ്ണതയിൽ നിലനിർത്തുകയാണ് ഫാദർ നീറ്റോ. ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ, ജനസംഖ്യയിലെ കുറവ്, വൈദികരുടെ അഭാവം തുടങ്ങിയ കാരണങ്ങളാൽ പല സ്പാനിഷ് വൈദികരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ നേർക്കാഴ്ചയാണ് ഫാദർ ടിയോ നീറ്റോയുടേത്.